നെക്സ്റ്റ് പി വി ഡയഗ്രാം ഓഫ് മൾട്ടിസ്റ്റേജ് കംപ്രസർ വിത്ത് പെർഫെക്റ്റ് ഇൻ്റർകൂളർ. അപ്പോൾ ഇതാണ് നമ്മൾ മൾട്ടിസ്റ്റേജ് കംപ്രസറിൻ്റെ പി വി ഡയഗ്രാം, ഇൻ്റർകൂളറും കൂടി ആയിട്ടുള്ള മൾട്ടിസ്റ്റേജ് കംപ്രസറിൻ്റെ പി വി ഡയഗ്രാം. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ലോ പ്രഷർ കംപ്രസറും ഉണ്ട്, ഒരു ഹൈ പ്രഷർ കംപ്രസറും ഉണ്ട്. ഇപ്പോൾ ലോ പ്രഷർ കംപ്രസറിൻ്റെ സൈക്കിളാണ് നമുക്കിവിടെ താഴെ കാണിച്ചിരിക്കുന്ന ഈ സൈക്കിൾ എന്ന് പറയുന്നത് ലോ പ്രഷർ കംപ്രസറിൻ്റെ സൈക്കിളാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ സൈക്കിൾ എന്ന് പറയുന്നത് ഹൈ പ്രഷർ കംപ്രസറിൻ്റെ സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 കേസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വിത്ത് സിംഗിൾ സ്റ്റേജ് കംപ്രസർ. സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട് മൊത്തത്തിലൊരു സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിലുള്ളത്. രണ്ടാമത്തെ കേസിൽ 2 സ്റ്റേജ് കംപ്രസർ വിത്തൗട്ട് ഇൻ്റർകൂളിങ്. രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? 2 ഡിഫറെൻറ്റ് കംപ്രസറായിട്ട് യൂസ് ചെയ്യും വിചാരിക്കുന്നു. അതിനെ വിത്തൗട്ട് ഇൻ്റർകൂളിങ് കൂടാതെയുള്ള. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർകൂളിങ്. അപ്പോൾ ഇതിൻ്റെ 3 കേസിലുള്ള നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ 3 കേസിൽ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് കേസ്, അതായത് മൊത്തത്തിൽ നമ്മളൊരു എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട്, ഇത് മൊത്തത്തിൽ ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലുള്ള കേസ്. അതായത് ഇത് ഇത്രയും ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രസർ, നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രസർ എന്നുള്ള രീതിയിൽ പകരം മൊത്തത്തിൽ ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ നമ്മൾ സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടുത്തെ സൈക്കിൾ ഏതായിരിക്കും? 8156 ഷോസ് എ സിംഗിൾ സ്റ്റേജ് കംപ്രസർ നെഗ്ലക്റ്റിംഗ് ക്ലിയറൻസ് വോളിയം. അതായത് ഇവിടെ ക്ലിയറൻസ് വോളിയം ഉണ്ടോ? ക്ലിയറൻസ് വോളിയം ഇല്ല. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നില്ലേ? നമ്മൾ ക്ലിയറൻസ് വോളിയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മേലെ വന്നിട്ട് ശേഷം പിന്നെ ഇത് ബാക്കിലേക്ക് എക്സ്പാൻഷൻ കാണിച്ചാണ്. ഇവിടെ നമുക്ക് ക്ലിയറൻസ് വോളിയം ഇല്ലാത്ത കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും? Okay, what will be the work done? We are considering it as a single stage compressor. So the cycle will be what? 8156. അതായിരിക്കും സൈക്കിൾ 8156. അതാണ് സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട് മൊത്തത്തിലൊരു സിംഗിൾ സ്റ്റേജ് കംപ്രസറായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിലുള്ള സൈക്കിൾ 8156 ഷോസ് എ സിംഗിൾ സ്റ്റേജ് കംപ്രസർ സൈക്കിൾ. ആ സൈക്കിൾ മനസ്സിലായല്ലോ, അതാണ് സിംഗിൾ സ്റ്റേജ് കംപ്രസർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്ക് നോർമലി വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്ക് നേരത്തെ പഠിച്ചതാണ് ഡെറിവേഷനിൽ. വർക്ക് ഡൺ ഇസ് ഇക്വൽ ടു n/n-1 ഇൻറ്റു n/n-1 ഇൻറ്റു താഴത്തെ പ്രഷർ ഏതാ? P1 ആണ്. അപ്പോൾ P1 V1 ഇൻറ്റു ഏതാണ്? P5/P1. അതായത് ഏറ്റവും ഹയസ്റ്റ് പ്രഷർ ഏതാണ്? P5 ആണ്. ഏറ്റവും ഇൻലെറ്റ് പ്രഷർ എത്രയാണ്? P1. P5/P1 ദ ഹോൾ റേസ് ടു n-1/n ദ ഹോൾ -1 ബ്രാക്കറ്റിനകത്താക്കുക, ബോക്സ് ബ്രാക്കറ്റിനകത്താക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. എപ്പോഴും ഓർക്കുക, n/n-1 ഇൻറ്റു P1 V1 ഇൻറ്റു P5/P1 ദ ഹോൾ റേസ് ടു n-1/n -1. അപ്പോൾ ഇനി നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ കേസ്. അപ്പോൾ ഇതാണ് വർക്ക് ഡൺ ബൈ എ സിംഗിൾ സ്റ്റേജ് കംപ്രസർ. അപ്പോൾ രണ്ടാമത്തെ കേസ് 2 സ്റ്റേജ് കംപ്രസർ വിത്തൗട്ട് ഇൻ്റർകൂളിങ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കൂളിങ്. ഇൻ്റർകൂളിങ് കൂടാതെയുള്ള ഒരു 2 സ്റ്റേജ് കംപ്രസറായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിലുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 സൈക്കിളിൻ്റെ സമ്മായിരിക്കും. അതായത് ലോ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണും പ്ലസ് ഹൈ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണും അതിൻ്റെ ഇതായിട്ട് വരും. അതാണ് ഈ 2 സൈക്കിളായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് സൈക്കിൾ 8147 പ്ലസ് സൈക്കിൾ 7456. സൈക്കിൾ 8147 എന്ന് പറയുന്നത് ഏതാണ്? സൈക്കിൾ 8147 എന്ന് പറയുന്നത് 8147 ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അത് ലോ പ്രഷർ കംപ്രസറിൻ്റെ സൈക്കിളാണ് 8147. ഇനി രണ്ടാമത്തെ സൈക്കിൾ ഏതാണ്? ഹൈ പ്രഷർ കംപ്രസറിൻ്റെ സൈക്കിൾ ഏതാണ്? 7456. അപ്പോൾ അതാണ് ഹൈ പ്രഷർ കംപ്രസറിൻ്റെ സൈക്കിൾ. അപ്പോൾ ഈ 2 കംപ്രസറിൻ്റെ സൈക്കിൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് 2 സ്റ്റേജ് കംപ്രസർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ കംപ്രസർ ലോ പ്രഷർ കംപ്രസർ എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷറിലാക്കിയതിന് ശേഷം അത് ഹൈ പ്രഷർ കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ആ പ്രഷർ P4 സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റ് പ്രഷർ എത്രയാണ്? P4 ആണ്. അതിൻ്റെ ഔട്ട്ലെറ്റ് പ്രഷർ P5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് ഡൺ ഈസ് ദ ഏരിയ അണ്ടർ ദ പി വി ഡയഗ്രാം. ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തത് എന്ത്? 8147 സൈക്കിൾ 8147ൻ്റെ ഏരിയ താഴെ നോക്കുക. 8147ൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു n/n-1. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു n/n-1 ഇൻറ്റു P1 V1 ഇൻറ്റു P4/P1 ദ ഹോൾ റേസ് ടു n-1/n -1. അതാണ് ലോ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡൺ.
നോക്കുക ഇവിടെ കണ്ടോ, n by n minus 1 P1 V1 P4 by P1 the whole raised to n minus 1 by n minus 1. ഈ വർക്ക് ഡൺ മാത്രമേ ഉള്ളൂ, ലോ പ്രഷറിൻ്റെ മാത്രമേ ഉള്ളൂ? ഇല്ല, ഹൈ പ്രഷറിൻ്റെയും കൂടി ഉണ്ട്. അപ്പോൾ ഹൈ പ്രഷറിൻ്റെയും കൂടി ആകുമ്പോൾ എന്ത് വരും? ഇത് രണ്ടിൻ്റെയും കൂടി സമ്മല്ലേ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഹൈ പ്രഷറിൻ്റെ വർക്ക് ഡൺ എന്താണ് ഇക്വേഷൻ? P4 V4 ഇൻറ്റു n by n minus 1 ഇൻറ്റു P4 V4 ഇൻറ്റു ഏത് വരും? ഇവിടുത്തെ ഹൈ പ്രഷർ ഏതാണ്? P5 by P4 the whole raised to n minus 1 by n minus 1. അപ്പോൾ ഇക്വേഷൻ നോക്കുക, അതാണ് രണ്ട് ഇതിൻ്റെയും കൂടി സമ്മാണ് വരുന്നത് കേട്ടോ. ഇക്വേഷൻ നോക്കുക. അപ്പോൾ ആദ്യമേ എന്താണ് ലോ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡൺ? n by n minus 1 ഇൻറ്റു P1 V1 ഇൻറ്റു P4 by P1 the whole raised to n minus 1 by n minus 1. അത് ലോ പ്രഷർ കംപ്രസറിൻ്റെ. അടുത്ത ഹൈ പ്രഷർ കംപ്രസറിൻ്റെ എന്താണ്? n by n minus 1 ഇൻറ്റു P4 V4 ആണ്. അവിടുത്തെ ഇൻലെറ്റ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റ് പ്രഷർ എന്ന് പറയുന്നത് P4 ആണ്. അവിടുത്തെ വോളിയം എന്താണ്? V4 ആണ്. അപ്പോൾ P4 V4 ഇൻറ്റു ഏത് വരും? അവിടുത്തെ ഹയർ പ്രഷർ ഏതാണ്? ഡെലിവറി പ്രഷർ ഏതാണ്? P5 ആണ്. അപ്പോൾ P5 ബൈ ഇൻലെറ്റ് പ്രഷർ P4 by P4 the whole raised to n minus 1 by n minus 1. ഇത് രണ്ടിൻ്റെ കൂടെ സമ്മാണ് അവിടുത്തെ 2 സ്റ്റേജ് കംപ്രസറിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, നൗ 2 സ്റ്റേജ്. അപ്പോൾ ഇത് സെയിം ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെയാണ് കിട്ടുന്നത്, നമുക്ക് തിരിച്ച് കിട്ടുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർകൂളിംഗ്. നമുക്ക് ഇൻ്റർകൂളിങ്ങോട് കൂടിയുള്ള സൈക്കിളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർകൂളിംഗ് വരുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ ഇറ്റ്സ് എ സം ഓഫ് ഏതൊക്കെയാണ്? ലോ പ്രഷർ കംപ്രസറിൻ്റെ എന്താണ്? 8147 തന്നെയാണ്. ലോ പ്രഷർ കംപ്രസറിന് ചേഞ്ച് ഇല്ല. ഇൻ്റർകൂളിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോ പ്രഷർ കംപ്രസർ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇൻ്റർകൂളിംഗ് കൊടുക്കുന്നത്? 8147. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻ്റർകൂളിംഗ് കൊടുക്കുന്നത്. ഓക്കെ, 8147 അതേ കണക്ക് തന്നെയുണ്ട്. ലോ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഏരിയയ്ക്ക് ചേഞ്ച് ഇല്ല. 81 ആ സൈക്കിൾ അതേ കണക്ക് തന്നെയുണ്ട്. ഇനി ഹൈ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എങ്ങനെ വന്നു നോക്കാം ഇൻ്റർകൂളിംഗ് കൊടുത്തത് വഴി. ഹൈ പ്രഷർ കംപ്രസറിൻ്റെ സൈക്കിൾ 7236 എന്ന് പറയുന്നത് ഏതാണ്? അതെ, 7236. അതായത് നേരത്തെ നമ്മൾ ഇൻ്റർകൂളിംഗ് കൊടുക്കാഞ്ഞപ്പോൾ നമുക്ക് ഏത് സൈക്കിളായിരുന്നു വന്നത്? ഹൈ പ്രഷർ കംപ്രസറിൻ്റെ 7456 ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഇൻ്റർകൂളിംഗ് കൊടുത്തപ്പോൾ വന്ന സൈക്കിൾ ഏതാ? 7236. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫറൻസ് വന്നേക്കുന്നത്. 7236 ഇതാണ് നമുക്ക് ഇൻ്റർകൂളർ കൊടുത്തതിന് ശേഷം ഹൈ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡൺ അല്ലെങ്കിൽ സൈക്കിൾ പി വി ഡയഗ്രത്തിലെ സൈക്കിളിൻ്റെ ആ ഏരിയ ആണല്ലോ വർക്ക് ഡൺ എന്ന് പറയുന്നത്. പി വി ഡയഗ്രത്തിനകത്ത് സൈക്കിളിൻ്റെ ഏരിയ ആണ് എന്ത്? വർക്ക് ഡൺ. അപ്പോൾ നമ്മൾ ഈ 7236ൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഹൈ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡൺ ആയി. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർകൂളിംഗ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി സമ്മാണ്. അതായത് ലോ പ്രഷറിൻ്റെ ഏരിയ, അപ്പോൾ അതിൻ്റെ വർക്ക് ഡൺ കിട്ടും. ദെൻ ഹൈ പ്രഷറിൻ്റെ ഏരിയ, അപ്പോൾ അതിൻ്റെ വർക്ക് രണ്ടിൻ്റെയും കൂടി സമ്മാണ്. അപ്പോൾ 7236 ആണ് ഇവിടെ വരുന്ന സൈക്കിൾ. അപ്പോൾ നോക്കുക, 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർകൂളിംഗ് വർക്ക് ഡൺ ബൈ ദ കംപ്രസർ ഇസ് ദ സം ഓഫ് സൈക്കിൾ 8147 പ്ലസ് സൈക്കിൾ 7236. അപ്പം സൈക്കിൾ 8147 നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെ വരും. നമുക്ക് താഴത്തെ ലോ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്ത് വരും? n by n minus 1 ഇൻറ്റു P1 V1 ഇൻറ്റു P4 by P1 the whole raised to n minus 1 by n the whole minus 1. പക്ഷേ രണ്ടാമത്തെ ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇക്വേഷന് വ്യത്യാസം വരുന്നത് എന്താണ്? n by n minus 1 ഇൻറ്റു P2 V2 വരും. ഉണ്ടോ? P2 V2 ഇവിടെ സെയിം ആസ് P4 തന്നെയാണ്. പക്ഷേ വോളിയം എന്തായി? വോളിയം കുറഞ്ഞു. വോളിയം എന്തായി? വോളിയം V2 ആയി. നേരത്തെ V4 ആയിരുന്നു. നേരത്തെ നമ്മൾ വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് ആയിരുന്നപ്പോൾ P4 V4 എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇവിടെ എന്ത് ചെയ്തു? P2 V2 ആയി പ്രഷർ. ഓക്കെ, P2 V2 നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് ആയിരുന്നപ്പോൾ V4 ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തായി? വോളിയം കുറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായി? P2 V2 ഇൻറ്റു ഇവിടുത്തെ ഹയർ പ്രഷർ എത്രയാണ്? P3 വിച്ച് ഇസ് സെയിം ആസ് P5. ഓക്കെ, പ്രഷറിന് വ്യത്യാസം വരുന്നില്ല. നോക്കുക, നിങ്ങൾ രണ്ടും ഒരേ ലൈനിലാണ്. ഈ ലൈനിലുള്ള എല്ലാ പ്രഷറും സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ P3 എന്ന് പറഞ്ഞാലും P5 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. P3യും P5ഉം P9ഉം P6ഉം ഒക്കെ സെയിമാണ്. ഓക്കെ, പ്രഷർ സെയിമാണ്. ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം വോളിയത്തിനാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ P2 V2 ഇൻറ്റു P3 by P2 the whole raised to n minus 1 by n minus 1. അപ്പോൾ ഇതാണ് എന്ത്? വർക്ക് ഡൺ ബൈ ദ കംപ്രസർ വിത്ത് ഇൻ്റർകൂളിംഗ്. ഇതിൻ്റെ സമ്മാണ്. അപ്പോൾ ആ ഇക്വേഷൻ ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ T2 = T1 ആണ്. therefore P2 V2 = എന്തെന്ന് വരും? P1 V1 എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് P2 V2 will be equal to P1 V1. Why? Because T2 = T1.
P2 V2 is equal to P1 V1 എന്ന് വരും. ഇവിടെ തമ്മിലുള്ളതായി P2 V2 P1 V1 രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരും. കാരണം എന്തുകൊണ്ടാണ് P2V2 is equal to P1 വേണം, കാരണം അത് ഐസോതെർമൽ പ്രോസസ്സാണ്. P2 ടെമ്പറേച്ചർ T2 is equal to എന്താണ് T1 ആണ്. T2 ഇവിടുത്തെ ടെമ്പറേച്ചറും സെയിം ആണ്. ഇൻ്റർകൂളിംഗ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇൻ്റർകൂളിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർകൂളിംഗ് കൊടുക്കുന്നത് എന്തിനാണ്, നമ്മൾ ലോ പ്രഷർ കംപ്രസറിൻ്റെ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഹയർ ആയിരുന്നു, വലിയ കൂടിയ ടെമ്പറേച്ചറിലായിരുന്നു പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇൻ്റർകൂളിംഗ് കൊടുത്തപ്പോൾ ഇൻ്റർകൂളിങ്ങിൽ കയറുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആയിരുന്നു. ഇൻ്റർകൂളിങ്ങിൽ പുറത്തേക്ക് വരുന്ന ടെമ്പറേച്ചർ എത്രയായിരുന്നു, T3 ആയിരുന്നു. ആ T3 എന്ന് പറയുന്നത് എന്തായിരിക്കും, വിൽ ബി ഈക്വൽ ടു T1. കാരണം ഇൻ്റർകൂളിംഗ് കൊടുത്ത് നമ്മൾ ഹീറ്റ് റിമൂവ് ചെയ്ത് T3 എന്ന് പറയുന്ന ആ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്ത് T1 ഈക്വലൻ്റ് ആക്കും. അപ്പോൾ ഇൻ്റർകൂളർ ചെയ്യുന്നതാണ്, ടെമ്പറേച്ചറിനെ എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ലോ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറിന് ഈക്വലൻ്റ് ആക്കും. അതായത് പുറത്തുള്ള അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമുക്ക് ഇൻലെറ്റ് ലോ പ്രഷർ കംപ്രസറിലേക്ക് കയറുന്ന ടെമ്പറേച്ചറിന് ഈക്വലൻ്റ് ആക്കും. അതാണ് ഇൻ്റർകൂളർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ലോ പ്രഷർ കംപ്രസറിൻ്റെ പുറത്തേക്ക് വരുന്നത് വളരെ ഹയർ ടെമ്പറേച്ചർ, കമ്പാരിറ്റീവ്ലി ഹയർ ടെമ്പറേച്ചറാണ്, അതിൻ്റെ ഇൻലെറ്റിനെക്കാട്ടും കൂടുതൽ ഇൻലെറ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇൻ്റർകൂളർ അതിനെ റെഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ ലോ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്ന അതേ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും, അതായത് T1 കൊണ്ടുവരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് T2 is equal to T1 എന്ന്. ഈ T2 is equal to T1 വന്നത് എങ്ങനെയാണെന്നുള്ള മനസ്സിലായല്ലോ. ഈ കേസിൽ ഏത് കേസിലാണ് വരുന്നത്, വിത്ത് ഇൻ്റർകൂളറിൻ്റെ കേസിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. അപ്പോൾ T2 is equal to T1 വന്നപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, P2V2 is equal to P1V1. നമുക്ക് ഗ്യാസ് ഇക്വേഷൻസ് ഒക്കെ അറിയാമല്ലോ. P2V2 is equal to P1V1. ഓക്കെ, അതായത് P2V2/T2 is equal to P1V1/T1 എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷനിൽ T2 is equal to T1 വന്നപ്പോൾ നമുക്ക് എന്തായി, P2V2 is equal to P1V1 ആയി. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, P2V2 is equal to P1V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് മൊത്തത്തിൽ കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഏത് n/n-1 ഇൻറ്റു P1V1 കോമൺ ആയിട്ട് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, P4/P1 the whole raised to n-1/n പ്ലസ് P3/P2 the whole raised to n-1/n പ്ലസ് -2 വരും. ഈ -1ഉം ഈ -1 കൂടി ആഡ് ചെയ്ത് -2 വരും. ഇത് എന്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയത്, കാരണം P2V2 is equal to എന്താണ്, P1V1 ആണ്. കാരണം ടെമ്പറേച്ചർ T2 is equal to T1 ആയതുകൊണ്ട് P2V2 is equal to P1V1 ആയി. അപ്പോൾ നമുക്കത് കോമൺ എടുക്കാം. കോമൺ എടുത്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. ഞാൻ ആ ഇക്വേഷൻ കുറച്ചുകൂടി സോൾവ് ചെയ്ത് പറയുന്നതാണ്. നിങ്ങൾ ഇത്രയും പഠിച്ചാലും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് പഠിച്ചിരുന്നാലും മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, മിനിമം വർക്ക് ഡൺ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു P2 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടും. അതായത് P2/P1 താഴെ ഇക്വേഷൻ C എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടും. P2/P1 is equal to P3/P2. ആ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു P2 ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതായത് മിനിമം വർക്ക് ഡൺ എന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു P2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, മിനിമം വർക്ക് ഡൺ കിട്ടും. അപ്പോൾ മിനിമം വർക്ക് ഡണ്ണിൻ്റെ കണ്ടീഷൻ ഇതാണ്, P2/P1 is equal to P3/P2. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ട്, P2 is equal to എന്തെന്ന് പറയാം, നമ്മൾ ആ പറഞ്ഞ ഇക്വേഷൻ എന്താണ്, P2/P1 is equal to P3/P2. അപ്പോൾ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ P2² is equal to P1 P3 എന്ന് വരും. ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് മനസ്സിലായില്ല. മിനിമം വർക്ക് ഡണ്ണിൻ്റെ ഇതാണ്, അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് P2 is equal to √P1 P3 ഇങ്ങനെ വരും. ഇതാണ് കണ്ടീഷൻ ഫോർ മിനിമം വർക്ക് ഡൺ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ടിങ് A, B, C in equation 3. ഇക്വേഷൻ 3 ഏതാണ്, നമ്മളത് ഇതാണ് ഇക്വേഷൻ 3. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂസ്, അതായത് P2V2 is equal to P1V1 P4 is equal to P2 അതുകണക്ക് തന്നെ P2/P1 is equal to P3/P2 എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ കിട്ടാം. ഉണ്ടോ, മിനിമം വർക്ക് ഡൺ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തിരിക്കുന്നതാണ് ആ വാല്യൂസ് അല്ല. അതായത് P2V2 പകരം നമ്മൾ P1V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനൊക്കെ തന്നെ P2 പകരം √P1 P3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ഇതാണ്. This is our final equation.
2n by n minus 1 into P1 V1 into P3 by P1 the whole raised to n minus 1 by 2n minus 1. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ കേസിൽ നമുക്ക് പറയാം ഇഫ് ദർ ആർ എക്സ് സ്റ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 2 സ്റ്റേജ് അല്ലേ, അപ്പോൾ എക്സ് സ്റ്റേജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജനറലായിട്ട് ഇക്വേഷൻ വർക്ക് ഡൺ പെർ സൈക്കിൾ മിനിമം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് എക്സ് ഇൻറ്റു എൻ ബൈ എൻ മൈനസ് 1 ഇൻറ്റു P1 V1 ദ ഹോൾ ഇൻറ്റു P3 ബൈ P1 ദ ഹോൾ റേസ് ടു n മൈനസ് 1 ബൈ xn മൈനസ് 1. എക്സ് സൈക്കിൾ ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് പഠിക്കുക. എക്സ് സൈക്കിൾ വരുമ്പോൾ ഉള്ള വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ, വർക്ക് ഡൺ പെർ സൈക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് പെർ മിനിറ്റ് പറയുന്നതേ ഉള്ളൂ. നമ്മൾ RPM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ വർക്ക് ഡണ്ണിന് ഇത് പെർ സൈക്കിളാണ്. ഈ വർക്ക് ഡൺ പെർ സൈക്കിളിനെ RPM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വർക്ക് ഡൺ പെർ മിനിറ്റ് ആവും. അതിനെ ഡിവൈഡഡ് ബൈ 60 കൊടുക്കുമ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നോക്കി വെച്ചേക്കുക. ഇതെല്ലാം ഒരേ ഇക്വേഷനാണ്, സെയിം ഇക്വേഷനാണ്. ഇതെല്ലാം നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. ഈ ഒരു ഇക്വേഷൻ ഇത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കേസ് അസംഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ ഫസ്റ്റ് സിലിണ്ടർ ആൻഡ് പ്രഷർ അറ്റ് ഇൻലെറ്റ് ഓഫ് ദ സെക്കൻഡ് സിലിണ്ടർ ആർ ദ സെയിം. അതായത് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള കേസ് കൺസിഡർ ചെയ്താൽ മതി. ഇതിൻ്റെ അടുത്ത കേസ് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പം നമ്മൾ ലോ പ്രഷർ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? P2 ആണ്. ആ പ്രഷർ തന്നെയാണ് ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് PV ഡയഗ്രം ഇങ്ങനെ വരും. അതായത് ലോ പ്രഷർ കംപ്രസറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താ? ഇവിടെ നിന്ന് 1ൽ നിന്ന് 2ൽ എത്തിയിട്ടാണ് ലോ പ്രഷർ കംപ്രസറിൻ്റെ പ്രഷർ. ഹയസ്റ്റ് പ്രഷർ ഓഫ് ലോ പ്രഷർ കംപ്രഷൻ എന്ന് പറയുന്നത് 2 ആണ്. അവിടെ നിന്നും ഹൈ പ്രഷർ കംപ്രസറിലേക്ക് പോകുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടാണ് ചെല്ലുന്നതെന്നുള്ള അവസ്ഥയിലാണ് ഇത് പറയുന്നത്. നമ്മൾ നേരത്തെ എടുത്തത് 2 തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു ഹൈ പ്രഷർ കംപ്രസർ. ഇപ്പോൾ കുറഞ്ഞു. P5 എന്ന് പറയുന്നത് എന്താണ്? ഹയർ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റ് പ്രഷറാണ്. അപ്പോൾ അത് കുറഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയിലാണെങ്കിൽ ഉള്ള കേസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ഒരു ചേഞ്ച് വരും. അതായത് നമ്മൾ P1 n by n minus 1 into P1 V1 into P2 by P1 the whole raised to n minus 1 by n minus 1. ഇത് ലോ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡൺ. ഇത് ഹൈ പ്രഷർ കംപ്രസറിൻ്റെ വർക്ക് ഡൺ. n by n minus 1 into P5 V5 വരും. കാരണം എന്തുകൊണ്ട് ഇവിടെ പ്രഷർ കുറച്ച് കുറഞ്ഞു. നമ്മൾ ലോ പ്രഷർ കംപ്രസറിൽ നിന്നും ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കയറുന്നതിനിടയ്ക്ക് പ്രഷറിന് കുറച്ച് കുറവ് വന്നാലുള്ള കേസിൻ്റെ ഇതാണ് പറയുന്നത്. നമ്മൾ നോർമലി എടുത്ത് ചെയ്യുന്ന ഏത് കേസാണ്? ഈ കേസാണ്. അതായത് അങ്ങനെ കുറവ് വരുന്നില്ല എന്നുള്ള കേസാണ്. ഈ കേസിലെ ഇക്വേഷനാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ കുറവ് വരുന്നില്ല. ഇവിടെ നിന്നുണ്ട് ഇതിൻ്റെ ലോ പ്രഷർ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് പ്രഷറാണ് ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റ് പ്രഷർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അല്ല, അങ്ങനെ ചേഞ്ച് വരികയാണെങ്കിലുള്ള ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ PV ഡയഗ്രാം ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 എന്ന് പറയുന്നത് എന്താണ്? P2 ഈക്വൽ ഈ ഇക്വേഷൻ നോക്കി വെച്ചേക്കണം. ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 എന്ന് പറയുന്നത് അതായത് ലോ പ്രഷർ കംപ്രസറിനും ഹൈ പ്രഷർ കംപ്രസറിനും ഇടയ്ക്കുള്ള പ്രഷർ. അതായത് ലോ പ്രഷർ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് പ്രഷറും ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റ് പ്രഷറുമാണ് P2. ആ P2 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു റൂട്ട് P1 P3 ആണ് വരുന്നത്. അതാണ് ഇൻ്റർമീഡിയറ്റ് പ്രഷറിൻ്റെ ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷനാണ്. അതായത് മിനിമം വർക്ക് ഡൺ, നമുക്ക് വർക്ക് ഡൺ പെർ സൈക്കിൾ 2 സ്റ്റേജ് കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. അതിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു P2 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് ഡിറൈവ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ കാണിക്കാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഇത് 2 സ്റ്റേജ് ആണെങ്കിൽ ഇങ്ങനെ വരും. 3 സ്റ്റേജ് ആണെങ്കിൽ P2 by P1 is equal to P3 by P2 is equal to P4 by P3 എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ 4 സ്റ്റേജ് ആണെങ്കിൽ അങ്ങനെ പോകും. ഓക്കെ, ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ ഇൻ്റർകൂളർ. അപ്പോൾ ഈ ഹീറ്റ് റിജക്റ്റഡ് ഇൻ്റർകൂളറിനകത്ത് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഇക്വേഷനാണ് mCp into T2 dash minus T1. ഓക്കെ, അതാണ് ഇൻ്റർകൂളറിനകത്ത് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഇനി പോളിട്രോപ്പിക് പ്രോസസ്സിനകത്തുള്ള P റിലേഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം പോളിട്രോപ്പിക് പ്രോസസ്സിന് P1 V1 റേസ് ടു n = P2 V2 റേസ് ടു നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടും വോളിയം ബേസ് ചെയ്തിട്ടുള്ള റിലേഷൻസ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ ക്ലിയറൻസ് വോളിയം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ PV ഡയഗ്രാം ഈ രീതിയിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയമാണ്. 2 സ്റ്റേജ് കംപ്രസർ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയമാണ്. 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ക്ലിയറൻസ് വോളിയം ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഡയഗ്രാം വരും. ഈ ഡയഗ്രാം ഒന്ന് വരച്ച് പഠിക്കണം. 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് ലോ പ്രഷർ ഹൈ പ്രഷർ.
ഈ ക്ലിയറൻസ് വോളിയം ഇങ്ങനെ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? 6, 7 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യില്ലായിരുന്നോ? കാരണം അവിടെ ക്ലിയറൻസ് വോളിയം ഇല്ല. 2 to 3 എന്ന് പറയുന്ന ഈ 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യായിരുന്നു, കാരണം അവിടെ ക്ലിയറൻസ് വോളിയം ഇല്ല. ഇവിടെ ഇപ്പോൾ ക്ലിയറൻസ് വോളിയം വരികയാണെങ്കിൽ നമ്മുടെ പി വി ഡയഗ്രാം ഈ രീതിയിൽ വരും. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ സെഷനിൽ വരുന്ന കാര്യങ്ങൾ. താങ്ക് യു.